പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഹന്നാൻ 15-12 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കാറുണ്ടോ? അതോ മറ്റു പലതിലുമാണോ നീ പ്രാധാന്യം കൊടുക്കാറുള്ളത്? യേശു കർത്താവ് അവസാന തുള്ളി രക്തം കൊടുത്ത് നിന്നെ സ്നേഹിച്ചിട്ടും യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും യേശു അവനെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള സ്നേഹമല്ല. നീ യേശുവിലും യേശു നിന്നിലും നിറഞ്ഞിട്ട് നിന്നിൽ നിന്നും പുറത്തു വരുന്ന ആ സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് നിന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവസ്നേഹം നിന്നിൽ നിന്നും പുറപ്പെടുന്ന നിലവാരത്തിൽ നിന്നെ മാറ്റുവാൻ ദൈവം ശക്തനാണ്. 1 യോഹന്നാൻ 4:12 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നീ യേശുവിലാണ് ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ദൈവസ്നേഹം നിന്നിൽ നിന്നും വരും എന്ന് വചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ. നിന്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെയും നീ യേശുവിലാണോ ജീവിച്ചത്? യേശുവിലാണ് നീ ജീവിച്ചതെങ്കിൽ ദൈവസ്നേഹം നിന്നിൽ നിന്നും വരുമായിരുന്നല്ലോ. യേശു നിന്നിൽ വരുമ്പോൾ നിന്നിൽ നിന്നും പുറത്തു വരേണ്ട ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സ്നേഹം. നിന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്നെ നിറച്ച് പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇനിയുള്ള ഓരോ സെക്കൻഡും യേശുവിൻ്റെ വരവ് വരെയും ദൈവസ്നേഹത്തിൽ വസിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.